രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചൈനീസ് ഡിഷായ ചിക്കൻ നൂഡിൽസ്. ആദ്യം നൂഡിൽസ് തയ്യാറാക്കുന്നതിനാവശ്യമായ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിനായി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഇനി മാറ്റിവെക്കാം. ഇനി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ 6 കപ്പ് വെള്ളം എടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന വേവിൻ്റെ സമയം അനുസരിച്ച് നൂഡിൽസ് വേവിച്ചെടുക്കുക. ഒരു മിനിറ്റ് നേരം കഴിഞ്ഞ് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റായി. നൂഡിൽസ് പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്. ഇത് അരിപ്പയിൽ ഊറ്റി തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കഴുകി ഓയിൽ മിക്സ് ചെയ്ത് എടുത്തതാണ്. ഒരു മുട്ട അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. തയ്യാറാക്കി വച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായി പൊരിച്ചെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നൂഡിൽസ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 കളർ ക്യാപ്സിക്കം, ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ് ചോപ്പ് ചെയ്തത്, ഗ്രീൻ ഒനിയൻ ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരൽപ്പം സവാള അരിഞ്ഞത്, ബീൻസ് ചരിച്ച് കട്ട് ചെയ്തത്. പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ 3 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഗ്രീൻ ഒനിയൻ്റെ ബൾബ് ചേർത്ത് ഒന്ന് വഴറ്റാം. അതിനുശേഷം ഗ്രീൻ ഒനിയൻ ചോപ്പ് ചെയ്തത് ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ചേർത്ത് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക. ഇനി പൊരിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം ചിക്കി പൊരിച്ചു വെച്ച മുട്ട ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ സോയി സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു യോജിപ്പിക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനായി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ഒനിയൻ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നൂഡിൽസ് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്.
ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരൽപ്പം ഗ്രീൻ ഒനിയൻ ചോപ്പ് ചെയ്തത് വിതറി ഗാർണിഷ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.